അമൽ തേനമ്പറമ്പിൽ ഇപ്പോൾ AK സെന്ററിൽ നിന്നും ചേരുന്നുണ്ട്. അമൽ, നമസ്കാരം. ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുകയാണ്, CPM സംസ്ഥാന കമ്മിറ്റി യോഗം. അതിൽ പങ്കെടുക്കാതെയാണ് EP ജയരാജൻ കണ്ണൂരിലേക്ക് തിരികെ പോയതും. ഇത് സംബന്ധിച്ച് ഇന്ന് ഈ യോഗത്തിൽ ഉണ്ടാവാൻ ഇടയുള്ള ചർച്ചകൾ എന്തൊക്കെയായിരിക്കും? സമ്മേളനത്തിനായി നേതാക്കളൊക്കെ സഖാക്കളൊക്കെ എത്തിയോ? പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ AK സെന്ററിലേക്ക് സംസ്ഥാന സമിതി യോഗത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ കടന്നു പോകുന്ന നേതാക്കളോട്, പ്രധാനപ്പെട്ട നേതാക്കളോട്, മാധ്യമങ്ങളോട് സാധാരണ നിലയിൽ സംസാരിക്കുന്ന ചില നേതാക്കളുണ്ട്. MA ബേബി, AK ബാലൻ അടക്കമുള്ള, PK ശ്രീമതി അടക്കമുള്ള ആളുകൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമിതി യോഗത്തിനൊക്കെ വരുന്ന സമയത്ത് നമ്മളോട് സംസാരിച്ച് കടന്നു പോകുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പ്രതികരണം ചോദിക്കുമ്പോൾ പോലും EP വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം തരുന്നില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, നേതൃത്വം EP രാജി എന്ന വാർത്ത നിഷേധിക്കുന്നില്ല എന്നുള്ളത്. MA ബേബിയോട് ചോദിച്ചപ്പോഴും പാർട്ടി അക്കാര്യങ്ങളൊക്കെ പറയും, പാർട്ടി അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന് മാത്രം പറഞ്ഞ് കടന്നു പോവുകയാണ് അല്പം മുമ്പ് MA ബേബി അടക്കമുള്ള നേതാക്കൾ ചെയ്തത്. ഇപ്പോൾ നമുക്ക് വിജയകുമാർ അടക്കമുള്ള നേതാക്കന്മാർ സംസ്ഥാന സമിതി യോഗത്തിനായി ഇവിടേക്ക് വരുന്നത് കാണാം. AKG ഫ്ലാറ്റിൽ നിന്നും. സാധാരണ EP ജയരാജനും ഈ സമിതി യോഗം നടക്കുന്ന സമയത്ത് നമുക്ക് പിന്നിൽ കാണുന്ന ആ ഫ്ലാറ്റുണ്ട്, ആ ഫ്ലാറ്റിൽ നിന്നും അവിടെ നിന്നും ഇറങ്ങി വരവാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ അവിടെ നിന്നും EP വരുന്നില്ല. EP നേരത്തെ തന്നെ മടങ്ങി, കത്ത് കൊടുത്തതിന് ശേഷം മടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും എന്ത് തീരുമാനം സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടാകും ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നതിനിടെ, പ്രത്യേകിച്ചും മുകേഷിൻ്റെതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനിടെയാണ് ഈ പറയുന്ന EP വിഷയം കൂടി സജീവ ചർച്ചയായി നിൽക്കുന്നത്. ഇപ്പോൾ നേതാക്കന്മാർ, കടന്നുപോകുന്ന നേതാക്കന്മാരോട് എല്ലാവരോടും പ്രതികരണം തേടുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് കാര്യമായി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് വിജയകുമാറിന്റെ പ്രതികരണം വരുന്നത്. ഞങ്ങൾക്ക് സ്വയം അദ്ദേഹം സന്നദ്ധനായെന്ന് പറയുന്നു. ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇന്ന് കഴിഞ്ഞിട്ട് പറയും. ഇന്നലെ കോൺക്ലേവ് എങ്ങനെ ഇരുന്നു? നന്നായി. വരട്ടെ. അപ്പൊ കാണാം, സമയമുണ്ടല്ലോ, തിരക്ക് പിടിക്കണ്ട. ഓക്കെ, തിരക്ക് പിടിക്കേണ്ട, കാണാം എന്നാണ് വിജയകുമാർ പറഞ്ഞ് മടങ്ങുന്നത്. അതായത് ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഒന്നും പറയുന്നില്ല. പ്രത്യേകിച്ചും ഇത്തരമൊരു ഈ രാജി എന്നൊരു വാർത്തയെപ്പറ്റി ചോദിക്കുമ്പോൾ ഒരു നേതാവും ആ വിഷയം നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM ആണ്, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പോലെയല്ല. തിരികെ വരാം. അമൽ, ദയവായി തുടരൂ.